സെക്കൻഡറി ബാറ്ററികളെ പറ്റി പഠിക്കാം. എന്താണ് സെക്കൻഡറി ബാറ്ററീസ്? വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററികളെയാണ് സെക്കൻഡറി ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇത്തരം സെക്കൻഡറി ബാറ്ററികളുടെ ഉപയോഗം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാടുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ, ഇൻവെർട്ടറുകളിൽ എല്ലാം ഇത്തരത്തിലുള്ള ബാറ്ററികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഇത്തരം സെക്കൻഡറി ബാറ്ററികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ബാറ്ററിക്ക് ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ഇതിന് വളരെയധികം സൈസ് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിഗർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിലെ റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ എന്താണ് അതിൻ്റെ ഡിസ്ചാർജ് റിയാക്ഷൻ, എന്താണ് അതിൽ റീചാർജിങ് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്നിവയെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നു. അതിനു മുമ്പ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ് എന്നിവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ആനോഡ്. നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള ആനോഡ് സാധാരണയായിട്ട് ലെഡ് റോഡുകളാണ് എടുക്കാറുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓക്സിഡേഷൻ റിയാക്ഷനുകളാണ് ഇത്തരം ആനോഡുകളിൽ സംഭവിക്കുക. കാഥോഡ് എന്താണ്? എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ലെഡിൻ്റെ ചെറിയ ചെറിയ ഗ്രിഡുകൾ ലെഡ് ഡയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ച് പാക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാഥോഡിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആനോഡ് ലെഡ് ആണെങ്കിൽ ഇവിടെ കാഥോഡായി ആക്ട് ചെയ്യുന്നത് എന്താണ്? ലെഡ് ഡയോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റായി സാധാരണയായി ഉപയോഗിക്കുന്നത് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ 38% സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഡിസ്ചാർജ് റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്നത് വഴി എങ്ങനെയാണ് അവ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഒന്ന് ഓർക്കണം. ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ലെഡാണ്. കാഥോഡായിട്ട് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് പറയാം ലെഡ് ഡയോക്സൈഡ് ആണ് അവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നതെന്ന്. അതോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? 38% സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ നടക്കുന്ന ഇലക്ട്രോഡ് റിയാക്ഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആനോഡിനെ കൺസിഡർ ചെയ്യാം. ആനോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ലെഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആനോഡിൽ നടക്കേണ്ട റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷനാണ്. ഇവിടെ ആനോഡിൽ ലെഡിന് ഓക്സിഡേഷൻ സംഭവിച്ച് ലെഡ് അയോണുകളായിട്ട് മാറുന്നു. അല്ലെങ്കിൽ Pb gives Pb2+ + 2 ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള ലെഡ് അയോണുകൾ, Pb2+ അയോണുകൾ സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോണുകളുമായിട്ട് ചേർന്ന് PbSO4 ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷനാണ് ആനോഡിൽ നടക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ലെഡ് എന്ന് പറയുന്ന ആനോഡ് ഓക്സിഡേഷൻ സംഭവിച്ച് ലെഡ് അയോണുകളും 2 ഇലക്ട്രോണും ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ലെഡ് അയോണുകൾ ഇലക്ട്രോലൈറ്റിലെ സൾഫേറ്റ് അയോണുകളുമായിട്ട് ചേർന്ന് ലെഡ് സൾഫേറ്റ് ഉണ്ടാകുന്നു. ഇത്തരം ഒരു ഓക്സിഡേഷൻ റിയാക്ഷനാണ് ആനോഡിൽ സംഭവിക്കുന്നത്. ഇനി കാഥോഡിൽ എന്താണ് നടക്കുന്നത് നോക്കൂ. ഇത്തരത്തിൽ ഫ്രീ ആക്കപ്പെട്ട 2 ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്നും കാഥോഡിൽ എത്തുന്നു. ഇവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് ലെഡ് ഡയോക്സൈഡ് ആണ്, അല്ലേ? ലെഡ് ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോണുകളുടെയും H+ അയോണുകളുടെയും പ്രസൻസിൽ ഈ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ലെഡ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നതായിട്ട്. അതായത് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു റിഡക്ഷൻ റിയാക്ഷനായിട്ട് കണക്കാക്കാം. അതോടൊപ്പം തന്നെ സൾഫ്യൂരിക് ആസിഡിലെ H+ അയോണുകൾ ഈ ലെഡ് ഡയോക്സൈഡിൽ നിന്നും വരുന്ന ഓക്സൈഡ് അയോണുകളുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ മോളിക്യൂളും ഫോം ചെയ്യുന്നു.
അങ്ങനെയാണെങ്കിൽ ഈ കാഥോഡിലെ റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? PbO2 പ്ലസ് SO4 2- പ്ലസ് 4H പ്ലസ് 2 ഇലക്ട്രോൺ gives PbSO4 പ്ലസ് 2H2O. ഇത്തരത്തിൽ 2 ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ് സാധാരണയായിട്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ കണ്ടു, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ആനോഡിലെയും കാഥോഡിലെയും ഈ റിയാക്ഷൻസിനെ ഒന്നിച്ച് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിച്ച് എഴുതിയാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഓവറോൾ സെൽ റിയാക്ഷൻ. ഒന്ന് എഴുതി നോക്കാം. ആനോഡിലെ റിയാക്ഷൻ Pb പ്ലസ് SO4 2- gives PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ ആണ്. കാഥോഡിലേത് PbO2 പ്ലസ് SO4 2- പ്ലസ് 4H പ്ലസ് 2 ഇലക്ട്രോൺ gives PbSO4 പ്ലസ് 2H2O ആണ്. എങ്കിൽ ഈ റിയാക്ഷൻസിന് രണ്ടിനെയും സമ്മപ്പ് ചെയ്തെഴുതൂ. നമുക്ക് കിട്ടും ഓവറോൾ റിയാക്ഷൻ എന്താണ്? Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4 പ്ലസ് 2H2O. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് റിയാക്ഷൻ ചെയ്യുമ്പോൾ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ. ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററികളെ വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത്. എങ്ങനെയാണ് ഇത്തരം ബാറ്ററികളെ ചാർജ് ചെയ്യുക? നമുക്കറിയാം ഇവയുടെ സെൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് നമ്മൾ റീചാർജ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളെ ചാർജ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അതിനായിട്ട് സാധാരണയായിട്ട് ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളെ ഒരു എക്സ്റ്റേണൽ DC കറൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള കാഥോഡിനെ DCയുടെ പോസിറ്റീവ് പ്ലേറ്റുമായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള ആനോഡിനെ DC കറൻറ്റിൻ്റെ നെഗറ്റീവ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗാൽവാനിക് സെല്ലിനെ അതിൻ്റെ സെൽ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതൽ സെൽ പൊട്ടൻഷ്യൽ വരുന്ന മറ്റൊരു സെല്ലുമായി കണക്ട് ചെയ്താൽ ഇത്തരം സെല്ലുകൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലായി പ്രവർത്തിക്കുമെന്ന്. ഇവിടെയും അത് സംഭവിക്കുന്നു. ഇവിടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ അതിൻ്റെ EMFനേക്കാൾ കൂടുതൽ EMF ഉള്ള ഒരു എക്സ്റ്റേണൽ DCയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആനോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണോ ഇത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ചാർജ് ചെയ്യുമ്പോൾ നടക്കുക. അതായത് ആനോഡിൽ ഫോം ചെയ്യപ്പെട്ട ലെഡ് സൾഫേറ്റ് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് ലെഡും സൾഫേറ്റുമായിട്ട് മാറുന്നു. നമുക്ക് പറയാം ആനോഡിൽ ലെഡ് സൾഫേറ്റ് ഉണ്ടായ ലെഡ് സൾഫേറ്റ് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് ലെഡും സൾഫേറ്റുമായിട്ട് മാറുന്നു. ഓൺ റീചാർജിങ് ദ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ആൻഡ് അറ്റ് ആനോഡ് PbSO4 ചേഞ്ചസ് ടു Pb. അതുപോലെ തന്നെ കാഥോഡിൽ രൂപം കൊണ്ട ലെഡ് സൾഫേറ്റ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് ലെഡ് ഡയോക്സൈഡും സൾഫേറ്റ് അയോണുകളും H+ അയോണുകളും അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോണുകളുമായിട്ട് മാറുന്നു. ഇവിടെ ലെഡ് സൾഫേറ്റിൻ്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും കാഥോഡിലെ റിയാക്ഷനും റിവേഴ്സ് ചെയ്യപ്പെട്ടു അല്ലേ. അതായത് ഇവിടെ കാഥോഡിൽ ലെഡ് സൾഫേറ്റ് ലെഡ് ഡയോക്സൈഡ് ആയിട്ട് മാറിയിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം സെല്ലുകളെ ചാർജ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് അവയുടെ ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ
ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. നമുക്ക് പറയാം, ഓൺ ചാർജിങ് ദിസ് ബാറ്ററി ദ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ആൻഡ് PbSO4 on anode gives Pb and PbSO4 on cathode gives lead dioxide or PbO2. ഇത്തരത്തിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററികളെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടും ഡിസ്ചാർജ് ചെയ്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണയായിട്ട് വാഹനങ്ങളിലെല്ലാം കണ്ടുവരുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ വളരെ വലുതാണ് അല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത്തരം സിംഗിൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾ ഒരുപാടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു സീരീസ് ഓഫ് ഗാൽവാനിക് സെൽ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അത്തരം ലെഡ് സ്റ്റോറേജ് ബാറ്ററികളെ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററികൾക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിലും ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബാറ്ററിയാണ് അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററിയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡറി ബാറ്ററികളിലെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ടുള്ള നിക്കൽ കാഡ്മിയം സെല്ലിനെ പറ്റി പഠിക്കാം. നിക്കൽ കാഡ്മിയം സെല്ലിനെ നിക്കാഡ് സെൽ എന്നും വിളിക്കുന്നു. ഇന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റീചാർജബിൾ ബാറ്ററിക്ക് ഉദാഹരണമാണ് ഈ നിക്കൽ കാഡ്മിയം സെൽ. ഈ നിക്കൽ കാഡ്മിയം സെല്ലിലെ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് കാഡ്മിയമാണ്. കാഥോഡ് എന്ന് പറയുന്നത് മെറ്റൽ ഗ്രിഡ് ഓഫ് നിക്കൽ ഡയോക്സൈഡ് ആണ്. അതായത് നിക്കൽ ഡയോക്സൈഡിൻ്റെ ഒരു മെറ്റൽ ഗ്രിഡ് ഇവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ കാഥോഡിനെയും ആനോഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പോളിമർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം പോളിമർ സെപ്പറേറ്ററുകൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലോ സോഡിയം ഹൈഡ്രോക്സൈഡിലോ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് നിക്കൽ കാഡ്മിയം സെൽ അല്ലെങ്കിൽ നിക്കാഡ് സെല്ലിലുള്ളത്. ഒന്നുകൂടെ ഓർക്കാം, നിക്കൽ കാഡ്മിയം സെല്ലിലെ ആനോഡ് എന്ന് പറയുന്നത് കാഡ്മിയമാണ്. കാഥോഡ് നിക്കൽ ഡയോക്സൈഡിൻ്റെ ഒരു മെറ്റൽ ഗ്രിഡാണ്. ഇത്തരത്തിലുള്ള ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പോളിമർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഇത്തരം പോളിമർ സെപ്പറേറ്ററുകൾ സോഡിയം ഹൈഡ്രോക്സൈഡിലോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലോ ഡിപ്പ് ചെയ്തെടുത്തവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്ത് റിയാക്ഷനാണ് ഇത്തരം നിക്കൽ കാഡ്മിയം സെല്ലുകൾ നടക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. നിക്കൽ കാഡ്മിയം സെല്ലുകളിൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അവ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് അവയുടെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ആനോഡിനെ കൺസിഡർ ചെയ്യാം. കാഡ്മിയമാണ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷന് ഓക്സിഡേഷനാണ്. ഇവിടെ കാഡ്മിയം അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഫോം കാഡ്മിയം അയോൺസ് പ്ലസ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാഡ്മിയം ഗീവ്സ് CD2+ പ്ലസ് 2 ഇലക്ട്രോൺ. ഇത്തരത്തിലുള്ള കാഡ്മിയം അയോണുകൾ അതിൻ്റെ ഇലക്ട്രോലൈറ്റിലുള്ള OH- അയോണുകളുമായിട്ട് ചേർന്ന് CdOH2 ആയിട്ട് മാറുന്നു. എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിൽ OH- അയോണുകൾ ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, കാഥോഡിനെയും ആനോഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പോളിമറിക് സെപ്പറേറ്റർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം പോളിമറിക് സെപ്പറേറ്ററുകൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലോ സോഡിയം ഹൈഡ്രോക്സൈഡിലോ ഡിപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഇലക്ട്രോലൈറ്റുകളിലെ OH- അയോണുമായിട്ട് കാഡ്മിയം അയോണുകൾ റിയാക്ട് ചെയ്ത് കാഡ്മിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. റിലീസ് ചെയ്യപ്പെട്ട ഇലക്ട്രോണുകൾ ആനോഡിൽ നിന്ന് കാഥോഡിലെത്തുന്നു. കാഥോഡ് എന്താണ്? നിക്കൽ ഡയോക്സൈഡിൻ്റെ ഒരു മെറ്റൽ ഗ്രിഡാണ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ? ഇവിടെ കാഥോഡായിട്ടുള്ള നിക്കൽ ഡയോക്സൈഡ് ആൽക്കലൈൻ മീഡിയത്തിൽ, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയോ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയോ പ്രസൻസിൽ
നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡ് വാട്ടറിൻ്റെ പ്രസൻസിൽ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? നിക്കൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ OH- അയോണുകളെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനാണ് കാഥോഡിൽ നടക്കുന്നത്. ആനോഡിൽ നിന്നും ഫ്രീ ആക്കപ്പെട്ട 2 ഇലക്ട്രോണുകൾ കാഥോഡിലെത്തുന്നു. കാഥോഡിൽ നിക്കൽ ഡയോക്സൈഡിൻ്റെ മെറ്റൽ ഗ്രിഡാണ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്തരം കാഥോഡ് ആൽക്കലൈൻ മീഡിയത്തിൽ നിക്കൽ ഓക്സി ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും അത് വാട്ടറിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഇവിടെ നടക്കുന്ന ഓവറോൾ റിയാക്ഷനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? CD plus 2NiOH thrice gives CDO plus 2NiOH twice plus H2O എന്ന് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഇന്ന് സാധാരണയായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.4 വോൾട്ടാണ്. ഇത് വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിക്ക് ഒരു ഉദാഹരണമാണ്. ഇനി റീചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിലുള്ള റിയാക്ഷൻസ്, ആനോഡിൽ നടന്ന റിയാക്ഷനും കാഥോഡിൽ നടന്ന റിയാക്ഷനും റിവേഴ്സ് ചെയ്യപ്പെടുകയും ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ബാറ്ററികൾക്ക് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയേക്കാൾ കൂടുതൽ എഫിഷ്യൻസി ഉണ്ട്. എന്നാൽ ഇവയുടെ പ്രിപ്പറേഷന് അല്ലെങ്കിൽ ഇത്തരം സെല്ലുകളുടെ മാനുഫാക്ചറിങ് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വില സാധാരണയായിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി ബാറ്ററിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എപ്പോഴും ഓർക്കണം, സെക്കൻഡറി ബാറ്ററീസ് വളരെയധികം പ്രധാനപ്പെട്ടവയാണ്. പ്രധാനമായും 2 സെക്കൻഡറി ബാറ്ററികളെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആദ്യത്തേത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും രണ്ടാമത്തേത് നിക്കൽ കാഡ്മിയം സെല്ലുമാണ്.